അടുത്തതായിട്ട് ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെരുംജീരകം, എണ്ണ ചൂടായ എണ്ണയിലേക്ക് പെരുംജീരകവും ഏലക്കയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് കടുക് പൊട്ടുന്നത് പോലെ പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത കുറച്ച് കരിയാപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് 4 കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. സവാള അരിഞ്ഞത്, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി 2 കട്ട് ചെയ്തിട്ടേക്കാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചതിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്താൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. ഇട്ടിട്ട് നന്നായിട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 3 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി 1.5 സ്പൂൺ മല്ലിപ്പൊടി, സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ട് പച്ച ചുവ മാറുന്ന ഇതൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടി 1 സ്പൂണ്, വീട്ടിൽ പൊടിച്ചതാണ് ഇത്. ഗരം മസാല പൊടി 1 സ്പൂൺ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ബീഫിൻ്റെ ഗ്രേവി ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിക്കാണാം. ഉപ്പുണ്ടോ? ഉപ്പ് കറക്റ്റാണ്. ബീഫ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ചെറിയൊരു ടിപ്സ് ഇടണ്ടേ. ഉലുവാപ്പൊടി തേൻ ടേസ്റ്റാണത്. ആണോ? ഒരു ശകലം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂടി പോകരുത്. ഒരു ശകലം ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണെന്നാണ് ബീഫ് കറിക്ക്. അടിപൊളി ഒരു ടേസ്റ്റാണെന്നാണ് ആൻറ്റി പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് മല്ലിയില, ചെമ്പയില ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ ഇങ്ങനെ മുക്കിലോട്ട് അടിച്ച് വരുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വെച്ച ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.